നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തൊടുകുറി അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞതുപോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിനാൽ ഇത് യാദൃശ്ചികമാണ് എന്ന് ചിന്തിക്കരുത്. ഇത് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ് എന്ന് പരാമർശിക്കാം. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് നൽകാനായി പോകുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇവിടെ രണ്ട് വിശേഷപ്പെട്ട പക്ഷികളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം ഉപ്പനാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം രണ്ട് മൈനകളാണ്. രണ്ട് മൈനകളെ ഒരുമിച്ച് കാണുന്നതിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. അപ്രകാരം കാണുകയാണ് എങ്കിൽ ഒരു ശുഭകാര്യം നിങ്ങൾക്ക് സംഭവിക്കും എന്ന് നിസ്സംശയം പറയാം. ഉപ്പൻ വീടുകളിൽ വരണം എന്ന് പോലും ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പ്രധാന കാര്യങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ തൊടുകുറിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിനായി ഏവരും ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തിരഞ്ഞെടുപ്പ് നടത്തുവാൻ. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം കൊണ്ടുവരണം. നിങ്ങൾ തീർച്ചയായും മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ ദുരിതങ്ങളും അവസാനിക്കണം, ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യണം എന്ന് തന്നെ പ്രാർത്ഥിക്കൂ. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ശേഷം കണ്ണുകൾ പതുക്കെ തുറന്ന് ആദ്യം കാണുന്ന ആ പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നീട് മാറ്റാൻ പാടുള്ളതല്ല. മനസ്സ് വല്ലാതെ ആകർഷിച്ചതായ ഒരു ചിത്രമോ അല്ലെങ്കിൽ ആദ്യം കണ്ടിട്ടുള്ളതായ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാൽ ഇനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ പ്രാർത്ഥിക്കണം. ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തുകയോ ആ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ശക്തിയോടുള്ള പ്രാർത്ഥനയോ അത് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കാവുന്നതാണ്. പോസിറ്റീവായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ അത്തരമൊരു എനർജി നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളാണ് എങ്കിലും രേഖപ്പെടുത്താം. ഏവരും അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമോ മുൻപ് പരാമർശിച്ച രീതിയിൽ രേഖപ്പെടുത്തൂ. ആദ്യത്തെ പക്ഷിയായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതോ സംഭവിക്കാൻ സാധ്യതയുള്ളതോ ആയ കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പലർക്കു വേണ്ടിയും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ എന്ന് മനസ്സിലാക്കാം. ആരിൽ നിന്നും തിരികെ ഒരു സഹായം ലഭിക്കാത്തതായ ഒരു വ്യക്തി എന്ന പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് മാനസികപരമായ വിഷമതകളാണ്. പലരും നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും പലവിധ ചിന്തകൾ നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നു. ചിലരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി പ്രതികൂലമായി ബാധിക്കുന്നു എങ്കിലും എന്തിന് അത് പറയണം എന്ന രീതിയിൽ മനസ്സിൽ തന്നെ പല സങ്കടങ്ങളും ഒതുക്കി വയ്ക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക്
മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ പലപ്പോഴുമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴുമുണ്ട് എന്ന് പറയാം. മറ്റുള്ളവരെ ഒരുപാട് വിശ്വസിച്ചു. പെട്ടെന്ന് പല കാര്യങ്ങളാലും മറ്റുള്ളവരെ വിശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉരുത്തിരിഞ്ഞു എന്ന് പറയാം. എന്നാൽ അവരിൽ നിന്ന് തന്നെ പല വേദനകളും ചതികളോ വിഷമകരമായ സാഹചര്യങ്ങളോ അനുഭവിച്ചു. കളങ്കമില്ലാതെ മറ്റുള്ളവരെ വിശ്വസിച്ച സ്നേഹിച്ച നിങ്ങൾക്ക് ആ വ്യക്തികളിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള തിരിച്ചടികൾ വന്നു ചേർന്നു. കുടുംബം നിങ്ങൾക്ക് വളരെ വലുത് തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ തയ്യാറാകുന്ന വ്യക്തികളാണ്. എന്നാൽ അവിടെയും നിങ്ങളുടെ വില ഇടിയുകയോ പലപ്പോഴും പല കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാറില്ല എന്നതും വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും അവർ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന, കുടുംബം തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമുണ്ട്. ധനപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ 100 രൂപ കയ്യിൽ വരികയാണ് എങ്കിൽ 200 രൂപ ചെലവ് എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ പണം കയ്യിൽ ചെലവാവുകയും മറ്റാവശ്യങ്ങൾക്ക് പലയിടത്തു നിന്നും കടമായി തന്നെ സഹായമായി തന്നെ പണം വാങ്ങേണ്ടതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ധനപരമായ പ്രയാസങ്ങളാൽ മാറ്റിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പ്രതിഫലം പലപ്പോഴും അർഹിച്ച പ്രതിഫലം ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ശീലം ഇപ്പോഴും തുടരുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഭാഗ്യവും വരുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കും എന്ന് കാണുന്നു. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ തുടക്കത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാത്തതായ സാഹചര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോന്നിരുന്ന പ്രശ്നങ്ങൾക്ക്, വിഷമതകൾക്ക് ഒരു താൽക്കാലിക പരിഹാരം സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ പോകുന്ന സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതിലൊരു പരിഹാരം എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായിരിക്കാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ചുറ്റിലും ഒരു പരിഹാരത്തിന്റെ സൂചന നിങ്ങൾക്കുണ്ടാകും. അത് തിരഞ്ഞെടുക്കുവാൻ, അത് നിങ്ങളിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കണം. ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്കത് സാധിക്കുകയും ചെയ്യും. ധനപരമായി വളരെയധികം അലട്ടിയിരുന്നതായ പ്രശ്നങ്ങൾ, മുൻപ് പരാമർശിച്ചതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം. മാറ്റം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാളെ തന്നെ ധനം വരും എന്നല്ല പറയുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലൂടെ ആകണം എന്നില്ല, മറ്റു വഴികളിലൂടെയും ആകാം. ധനനേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെയുള്ളത്. എന്താണോ നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് മറ്റുള്ളവരാലോ അല്ലെങ്കിൽ സ്വയമോ എടുത്ത ചിന്തകളാൽ എടുത്തിരിക്കുന്ന ആ ചിന്തകൾ ഒഴിവാക്കി നടക്കാൻ പോവുകയാണ് എന്ന പോസിറ്റീവായ മനോഭാവത്തോടെ മുന്നോട്ട് പോവുകയും നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുകയും അധ്വാനത്തിന് ഫലം സിദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും. അംഗീകാരം പല കാര്യങ്ങളിലും ലഭിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് തൊഴിൽപരമാകാം, ബിസിനസ് സംബന്ധമോ പഠനവുമായി ബന്ധപ്പെട്ടോ ആകാം. അന്വേഷിക്കുന്നവർക്ക് അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. തൊഴിൽപരമായ ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം. മാനസികപരമായി വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്നും അതൊരു ബന്ധമാകാം. നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാകാം.
കാര്യങ്ങളിൽ നിന്നാകാം, തൊഴിലാകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാകാം. അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്കൊപ്പം നിൽക്കേണ്ടതില്ല എന്നൊരു ചിന്ത കടന്നു വരാം. പല കാര്യങ്ങളും താനെ ഒഴിവാക്കുവാനും മാനസിക സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യാം. ആരോഗ്യ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂല കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. പോസിറ്റീവായ ഊർജം നിറയും. വിജയ ലക്ഷ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. അതിനാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായ കാര്യമില്ല. ഇത്തരം നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന അശുഭ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും നിലനിൽക്കുന്നതായ അനുകൂല കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ടതാണ്. ജീവിതത്തിൽ അത് അനുകൂലമായി തന്നെ പ്രതിഫലിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. തൊടുകുറി ഗണിതപ്രകാരം ഇത്തരം കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. അവസരങ്ങൾ വിനിയോഗിക്കണം. രണ്ടാമത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. സെൻസിറ്റീവായ വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പലപ്പോഴും അവസാന നിമിഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു കാര്യത്തോടടുത്ത് അവസാന കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പോലും പലപ്പോഴുമുണ്ട്. ഇത്തരത്തിലുള്ള തടസ്സങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാര്യം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും എതിരായി നിന്നിട്ടില്ല. ആ പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്കൊപ്പം നിലകൊള്ളുവാനും പലർക്കും പലവിധ ഉപദേശങ്ങൾ നൽകി പലപ്പോഴും കൈപിടിച്ചുയർത്തിയ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിന് സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ നിൽക്കുന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതപൂർണമായ സാഹചര്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതല്ല, വളരെ എളുപ്പത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായ, കഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമകരമായ കാര്യങ്ങളിൽ ഒന്ന് ദേഷ്യമാണ്. പെട്ടെന്ന് വികാരാധീനതയാകുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. പല കാര്യങ്ങളും ദേഷ്യം അല്ലെങ്കിൽ എടുത്തുചാട്ടം പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ദേഷ്യം നിങ്ങളിലേക്ക് പലപ്പോഴും കടന്നു വരികയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ എന്ത് എന്ന് നിങ്ങൾക്ക് പോലും വ്യക്തത ഉണ്ടാകണം എന്നില്ല. പിന്നീടായിരിക്കും അതിൻ്റെ ദോഷഫലം നിങ്ങൾ മനസ്സിലാക്കുക. അതോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും. എങ്കിലും പലപ്പോഴും ഫലമുണ്ടാകണം എന്നില്ല. മറ്റുള്ളവർക്ക് മുൻപിൽ പലപ്പോഴും തോറ്റു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പരമാവധി ശ്രമിച്ച് പിടിച്ചു നിന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം നിങ്ങൾക്കെതിരെ ഉന്നയിച്ചാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ പലപ്പോഴും സാധിക്കണം എന്നില്ല. പലപ്പോഴും അത് നിങ്ങളെ വളരെയധികം ദേഷ്യത്തിലാക്കുന്ന ഒരു കാര്യമായി മാറാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ ഉള്ളവരാണ് എങ്കിലും അതിനു വേണ്ടിയുള്ള ആ ഒരു പരിശ്രമങ്ങൾ പലപ്പോഴും വിഫലമായി പോകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും കുടുംബത്തിന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭാരം ചുമലിലുള്ളതിനാൽ തന്നെ ലക്ഷ്യത്തിനു വേണ്ടി പലപ്പോഴും കഠിനമായ പരിശ്രമങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണ്. ജീവിതത്തിൽ പലയിടത്തും എത്തുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഉയർന്നു പോകുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ ഈശ്വര, അത്തരത്തിൽ ഒരു ചിന്ത, പ്രാർത്ഥന, ഒരു വിഷമം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് പറയുന്നതായ കാര്യമുണ്ട്. അത് നിങ്ങളെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളിലും എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും തോന്നുന്ന സാഹചര്യമുണ്ട്. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ ചിന്താഗതിക്ക് കൃത്യമായ ഒരു മാറ്റം നൽകുന്നതാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാനും ജീവിതത്തിലെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ വിഷമകരമായ സാഹചര്യങ്ങൾ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നതായ പ്രയാസങ്ങൾക്ക് ഒരു അറുതി സംഭവിക്കുകയും അനുകൂലമായ ഫലം ലഭിക്കുവാൻ പോകുന്ന സാഹചര്യവും വന്നു ചേരുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അത്തരം ചില കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. അത് തൊഴിൽപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടോ, കൂടുതൽ കൃത്യമായി പറയുകയാണ് എങ്കിൽ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരംഭിക്കണം എന്ന് വിചാരിച്ചു തുടങ്ങി അത് മുടങ്ങിപ്പോകുന്ന കാര്യങ്ങൾ, അത് വീണ്ടും ആരംഭിക്കുവാനോ അതിനേക്കാൾ കൂടുതൽ അനുകൂലമായ ചില കാര്യങ്ങൾ ആരംഭിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ധനപരമായ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് പുതിയൊരു വരുമാന മാർഗം പോലും സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരാം. ഈ സമയം നിങ്ങളുടെ മുൻപിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. മാനസികപരമായി തന്നെ വളരെ ശക്തരായി തീരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ തന്നെ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ദോഷകരമായ പല കാര്യങ്ങളും തനിയെ ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. വലിയ ഭാരം അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അത് ഒഴിഞ്ഞു പോകുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ പലതും ജീവിതത്തിൽ സഫലമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. സന്തോഷം, സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായും ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കും. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളോട് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആ ശക്തിയെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകണം. ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ.